ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്കും രുചിയുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇറച്ചിച്ചോറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ മസാലയും ഉള്ളി വഴറ്റുന്നതും ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതും അതേപോലെ ചോറുണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബസ്മതി റൈസാണ്. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു റൈസ്, ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ കൈമയോ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ജീരകശാല അരി അതൊക്കെ എടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൈമ റൈസൊക്കെ ആണെങ്കിൽ, ജീരകശാല റൈസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റുള്ള അരിയാണെങ്കിലും 2 കപ്പ് എടുത്താൽ മതി. ആ ഒരു 2 കപ്പിൻ്റെ അളവിനുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിയായതുകൊണ്ട് തന്നെ ഞാനത് 1 മണിക്കൂറിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ അരിയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 5 സവാള ഞാൻ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വേറെ സവാളയൊന്നും മസാലയിൽ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതിലാണോ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചിച്ചോറിനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. നമ്മുടെ ബിരിയാണി പോലെയല്ലോ, ബിരിയാണിക്കൊക്കെ ഒരു സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത സവോള നമ്മളിങ്ങനെ ഒറ്റയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ ഇനി ചോറുണ്ടാക്കുമ്പോൾ ആണെങ്കിൽ പോലും ഇതിലേക്ക് എക്സ്ട്രാ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഈ നമ്മൾ പൊരിച്ചെടുത്ത ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും പിന്നെ ചോറും ഒക്കെ ഉണ്ടാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. അത് കുക്കറിലൊക്കെ വേവിച്ചിട്ടാണ് നമ്മൾ ബീഫിൻ്റെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുക. ഇത് ചിക്കൻ്റെ ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു കരിഞ്ഞ ചൊയ വരും. അപ്പോൾ കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പടിക്കും നമ്മുടെ മസാല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉള്ളി നമ്മളുടെ ഓയിലിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ നെയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെ പൊരിച്ചെടുത്ത സവോളയിൽ ഒട്ടും എണ്ണമയമില്ലാതെ കിട്ടിയിരുന്നു. നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം നല്ല എണ്ണ ഇതായ സവോളയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതങ്ങനെയല്ല, കുറച്ചും കൂടി നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയുടെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുത്തത്. ബാക്കി പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഗീയാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് ഒന്നിച്ച് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് പകുതി ചേർത്തു. പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം പകുതി ചേർത്തു. വെളിച്ചെണ്ണയാണെങ്കിലും ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് സവോള ഇട്ടിട്ട് വഴറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും നമുക്ക് വഴന്ന് കിട്ടില്ല. ഇപ്പോൾ 2ാമത്തെ ബാച്ചും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള മാത്രമാണ് നമ്മൾ നമ്മുടെ മസാലയ്ക്ക് ചേർക്കുന്നുള്ളത്. വേറെ സവാളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മുടെ നെയ്യൊന്ന് മൂടിയിട്ട് മാറ്റി വെക്കുക. ഇത്രയും നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത സവാള കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ചിക്കൻ എടുക്കാം. നമുക്ക് എത്ര ആൾക്കാർക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസസ് ആക്കി എടുത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയായാലും പ്രശ്നമില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. അതേപോലെ 1 സ്പൂൺ കാശ്മീരി മുളക്, നമ്മുടെ നല്ല കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ചേർക്കുന്നുള്ളത്. ഇനി 1 സ്പൂൺ കസ്തൂരി മേത്തി നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന്
ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു പിടി നിറയെ മല്ലിയില. ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സവോളയുടെ പകുതി ഭാഗം, ഏകദേശം പകുതി ഭാഗം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു സമയത്ത് ചേർക്കണം. എനിക്ക് അത് കുറച്ചൊന്ന് വിട്ടുപോയി, ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിട്ടുപോയതാണ്, നിങ്ങൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ഇത് മുഴുവൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു അരമണിക്കൂർ, ഏകദേശം അരമണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഈ സമയത്തൊന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ നമ്മൾ ഇത് ഏകദേശം ഞാൻ റൈസൊക്കെ കുതിർത്ത് വെച്ചിട്ട് 1 മണിക്കൂർ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ അടുപ്പത്ത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, പിന്നെ ഒരു 3 ഏലക്കായ, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ആ പച്ചമുളകും കൂടി ചേർക്കുക. ബിരിയാണിക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് സവോളയും തക്കാളിയും ഒക്കെ വഴറ്റണം, മുറിക്കണം. പക്ഷേ നമ്മുടെ ഈ ഒരു ഇറച്ചിച്ചോറിന് നമ്മൾ ബിരിയാണിയിൽ പുതിന ചേർക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമുക്കിതിൽ പുതിന ചേർക്കുന്നില്ല, നമ്മളതിന് പകരം കസ്തൂരി മെത്തി, മല്ലിയില, കറിവേപ്പില ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലപോലെ തക്കാളി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് എണ്ണയോ നെയ്യോ പിന്നെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ ഒരു ഓയിലിൽ തന്നെ ഈ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം. ആദ്യം ഒന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് തുറന്നിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. വളരെ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി തന്നെയാണ് നമ്മുടെ ചിക്കൻ്റേത്. ഈ ഒരു ഗ്രേവി തന്നെയാണ് നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സവോളയും തക്കാളിയും ഒന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനി ഞാനിവിടെ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ ഏകദേശം 3/4 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നമുക്ക് ഗ്രേവി കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്. നിങ്ങൾ സാധാ ജീരകശാല അരിയൊക്കെ ആണെങ്കിൽ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക, കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഗ്രേവിയിൽ നമ്മുടെ ചിക്കനിൽ കുറച്ച് വെള്ളം പോലെ കാണാനുണ്ട്. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ എരിവും പുളിയൊക്കെ നോക്കിയിട്ട് ഞാനിവിടെ 1 സ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങയുടെ ഒരു ഭാഗം ബാക്കി ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്തിൻ്റെ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ പതിച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനാകുന്ന ഒരു സമയത്താണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നത്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് അരിയാണെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അരിയൊന്നും പൊടിയാതെ രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ പതുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം മുഴുവനായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള മുഴുവനായിട്ട് ബാക്കിയുള്ള മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാത്ത വിധത്തിൽ നമുക്ക് ഇത് ഇനി വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മുടെ ചോറിൽ വെള്ളമൊന്നുമില്ല. ഇനി ഇങ്ങനെ തന്നെയാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു അടുപ്പിലേക്ക് നമ്മൾ വേറൊരു അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു തവ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ നമ്മുടെ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് വെക്കുക. കാരണം നമ്മുടെ ചട്ടി അടിയിൽ വെച്ച തവ ചൂടില്ലാത്തതാണല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാകുന്നവരെ ഒരു 2 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നെ ഇതുപോലെ മൂടിയിൽ ഹോൾസൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാനിതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹോൾസ് അടിയാൻ വേണ്ടിയിട്ട്. മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇറച്ചി ചോറ് തന്നെയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, കളറും ആണെങ്കിലും അതേപോലെ ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.